നമസ്കാരം. കോൺഗ്രസ് ശക്തമായ നിലപാടിലേക്ക് പോവുകയാണ്. ശക്തമായ നിലപാടെന്ന് പറഞ്ഞാൽ അതിശക്തമായ നിലപാടിലേക്ക്. കാരണം വർഗീയതയുമായി ഇനി സമരസപ്പെടാൻ ഞങ്ങളില്ല എന്ന് ഉള്ള ഉറക്കെയുള്ള പ്രഖ്യാപനമാണോ ഇത് എന്ന് നമ്മൾ സംശയിച്ചു പോകും. നമ്മൾ ചിന്തിക്കും, യു ഡി എഫിന് ഇതെന്ത് പറ്റി, കോൺഗ്രസ് പാർട്ടിക്ക് ഇതെന്ത് പറ്റി ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ? കാരണം നമ്മൾ കണ്ടതാണ് വയനാട് തെരഞ്ഞെടുപ്പ്, ഇങ്ങോട്ട് വന്ന് പാലക്കാട് തെരഞ്ഞെടുപ്പ്, പരസ്യമായി ചില ബന്ധങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നു. ഏത് തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ അടുത്ത് കണ്ട നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പിലെല്ലാം നമ്മൾ കാണുന്ന ചില കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ മൗദൂദികൾ എന്നൊക്കെ വിളിക്കുന്ന ആ സംഘടനകൾ. ഇവരുമായിട്ട് വളരെ അടുപ്പം പുലർത്തിക്കൊണ്ട് ഇവരുടെ പിന്തുണയോടുകൂടി തന്നെ പരസ്യമായി അവർ തരുന്ന പിന്തുണ ഞങ്ങൾ ഒരിക്കലും വേണ്ട എന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി നിലനിന്ന ഒരു മുന്നണി തന്നെയാണ് യു ഡി എഫ്. എന്നാൽ ഇപ്പോൾ പതുക്കെ കളം മാറ്റി ചവിട്ടുകയാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഇത്തവണത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, അതായത് LSDD തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട, അതായത് വെൽഫെയർ പാർട്ടിയെയും വേണ്ട, ജമാഅത്തെ ഇസ്ലാമിയുടെയും കൂട്ടുകെട്ട് വേണ്ട, പകരം ഞങ്ങളുടെ സ്വസിദ്ധമായി UDF നിലനിൽക്കുന്ന മുസ്ലിം ലീഗുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത് എന്നുള്ളതാണ് അവരുയർത്തുന്ന, അല്ലെങ്കിൽ UDF ജമാഅത്തെ ഇസ്ലാമിയോട് പറയുന്നത്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ, 2-3 തെരഞ്ഞെടുപ്പുകളിൽ UDF വിജയത്തിലേക്ക് നയിച്ച കുറച്ച് പാർട്ടിക്കാരാണ്, ശരിക്കും അല്ലെങ്കിൽ ആൾക്കാരാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ന്യൂനപക്ഷ പ്രീണനം എന്നതിനപ്പുറത്തേക്ക് വർഗീയതയെ പിന്തുണയ്ക്കുന്ന, അല്ലെ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന അവരാണ് കോൺഗ്രസ്സുകാർ എന്ന് LDFകാർ വിധി എഴുതും എന്നാണ് അത്രേ അവർ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു സൂത്രം. അങ്ങനെ പറയുന്നത് കൊണ്ട് ആ തൽക്കാലം വേണ്ട. തന്നെയുമല്ല, ലീഗ് കൂടെയുണ്ട്. ലീഗിന് ജമാഅത്തെ ഇസ്ലാമിയെയും വെൽഫെയറിനെയും അടുപ്പിക്കുന്നതിനോട് താല്പര്യമില്ല. എന്നാൽ നമുക്കറിയാം, കോഴിക്കോടാണെങ്കിൽ തന്നെയും മലപ്പുറമാണെങ്കിൽ തന്നെയും ജമാഅത്തെ ഇസ്ലാമിയുടെ പങ്കോടുകൂടി തന്നെയാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട സീറ്റുകൾ കൃത്യമായി വിട്ടുകൊടുത്തിട്ട് തന്നെയാണ് കൃത്യമായി ഒരു വോട്ടിംഗ് പാറ്റേൺ ഇവരുണ്ടാക്കിയെടുത്തത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് കോഴിക്കോട് കഴിഞ്ഞ തവണ നൽകിയ സീറ്റ് പോലും ഇത്തവണ നൽകണ്ട എന്നുള്ളതാണ് ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ചേന്ദമംഗലൂർ ആണ് എങ്കിൽ തന്നെയും, മമ്പാട് ആണെങ്കിൽ തന്നെയും ഇവർ ഇത്തരത്തിലുള്ള ചില തീരുമാനങ്ങളിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ തവണ മലപ്പുറത്ത് മാത്രമായി 25 സീറ്റുകളും കോഴിക്കോട് 11 സീറ്റുകളും ഇവർക്ക് ജമാഅത്തെ ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും നൽകിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. എന്നാൽ ഇത് പരസ്യമായ ഒരു ബന്ധത്തിലേക്ക് പോകണ്ട, രഹസ്യബന്ധം മതി എന്നുള്ളതാണ് അവരെടുത്തിരിക്കുന്ന ഒരു തീരുമാനം. ആദ്യം അങ്ങനെ ഒരു തീരുമാനം വന്നു. അതായത് പരസ്യമായി പിന്തുണയൊന്നും വേണ്ട, ഞങ്ങൾക്ക് രഹസ്യമായി നിങ്ങൾ പിന്തുണച്ചോളൂ. കാര്യം ഞങ്ങൾക്ക് ഇപ്പോൾ ആരുമായും എതിർക്കാനോ അല്ലെങ്കിൽ ആരുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനോ ഉള്ള ഒരു മാനസികാവസ്ഥയോ അല്ലെങ്കിൽ സംഘടനാ സംവിധാനമോ അല്ല നമുക്കിപ്പോൾ ഉള്ളത്. ഇപ്പം മുക്കത്ത് നോക്കിക്കഴിഞ്ഞാൽ, മുക്കം പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടാണ്, ചേന്ദമംഗലൂരുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ തന്നെയും ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ്, അതായത് രഹസ്യമായ ബന്ധത്തിനാണ് ശരിക്കും കോൺഗ്രസ് പാർട്ടി താല്പര്യപ്പെടുന്നത്. പരസ്യമായി വരുമ്പോൾ ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തങ്ങൾക്ക് തിരിച്ചടിയായി മാറും. എന്ന് വെച്ചാൽ LDF ഇത്തരത്തിലൊരു പ്രഖ്യാപനവുമായി വരും. അതായത് ഇപ്പം ഒരു മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ, ഇപ്പം ആഗോള അയ്യപ്പ സംഗമം നടത്തി LDF ഈ NSSനെയും SNDPയുടെയും പിന്തുണ നേടിയെടുക്കുകയും ചെയ്തു. അപ്പം നേടിയെടുത്തിരിക്കുന്ന ആ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഈ ട്രാക്കിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഈ NSS എപ്പോഴെങ്കിലും, കാര്യം ഇപ്പോൾ സ്വർണ്ണപ്പാളി വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് CPM ആകെ പ്രതിരോധത്തിലാണ് എന്നാണല്ലോ കരുതുന്നത്. കാരണം പലരും വാസു അടക്കമുള്ള ആളുകൾ ഇതിനകത്തേക്ക് പ്രതിയാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പ്രതിയായി കഴിയുമ്പോൾ ഇതിലേക്ക് സർക്കാരിലേക്ക് തന്നെ അന്വേഷണത്തിൻ്റെ അലയൊലികളെത്തും. അങ്ങനെ സർക്കാർ അയ്യപ്പൻ്റെ മുതൽ മോഷ്ടിച്ച് വിറ്റവരാണ് എന്നുള്ളൊരു പേരുദോഷം ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ പേരുദോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പേരുദോഷത്തെ എങ്ങനെ ഭൂരിപക്ഷ വർഗീയതയുമായി അടുപ്പിക്കാം എന്നുള്ളതാണ് UDF ഇപ്പോൾ, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ആലോചിക്കുന്നത്. കാരണം ഈ സർക്കാർ അപ്പോഴേക്കും അയ്യപ്പ വിരുദ്ധരായ, അല്ലെങ്കിൽ വിശ്വാസികൾക്കെതിരായ ഒരു സർക്കാരായി മാറും. അങ്ങനെ വിശ്വാസികൾക്കെതിരായുള്ള സർക്കാരിനൊപ്പം നിൽക്കാൻ ഇവിടുത്തെ സാമുദായിക സംഘടനകൾ ഒരിക്കലും തയ്യാറാവില്ല. SNDP ആയിക്കോട്ടെ, NSS ആയിക്കോട്ടെ. NSS തീരെ ഉണ്ടാവില്ല. അപ്പം ഇങ്ങനത്തെ സാഹചര്യത്തിൽ NSS ഒരുപക്ഷെ UDF ചേക്കേറാനിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ന്യൂനപക്ഷങ്ങളായ, അല്ലെങ്കിൽ ഒരു തീവ്ര വർഗീയ പാർട്ടികളായ വെൽഫെയർ പാർട്ടിയുമായി കൂടി അല്ലെങ്കിൽ യോജിച്ച് പ്രവർത്തിക്കുന്നത് NSSന് താല്പര്യക്കുറവ് ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. തന്നെയുമല്ല, SNDPയുടെ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വൃത്തികെട്ട പരാമർശങ്ങളെല്ലാം തന്നെ ഈ UDF വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം. അപ്പോൾ എങ്ങാനും ഒരു സാധ്യത ഈ ഭൂരിപക്ഷ വർഗീയത, അതായത് നമ്മൾ
പറഞ്ഞു കഴിഞ്ഞാൽ SNDP NSSും ഒക്കെ UDFിനോട് ഒരു ആഭിമുഖ്യം കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവർക്കൊരു കാരണം പറയാനുണ്ടാകരുത്. അതായത് ഞങ്ങളുടെ കൂടെ തീവ്ര മുസ്ലിങ്ങളുണ്ട്, അപ്പോൾ അതുകൊണ്ട് അവരെ ഒഴിവാക്കണം എന്ന്, അല്ലെങ്കിൽ അവരുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു കാരണം അവർ പറയരുത് എന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല ഈ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റിലേക്ക് പോകുന്നു. തന്നെയല്ല മുസ്ലിം ലീഗ് പറയുന്നത് ഇപ്പോൾ ഒരു വർഗീയ അല്ലെങ്കിൽ ന്യൂനപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് മുസ്ലിം ലീഗ് ഇപ്പോൾ UDFിനൊപ്പം ഉണ്ട്. അപ്പോൾ അവരെ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മുന്നണിക്കു അകത്ത് ഒരു പാർട്ടി ന്യൂനപക്ഷ പാർട്ടി ഉള്ള സാഹചര്യത്തിൽ പുറത്തു നിന്നുള്ള പരസ്യമായ യാതൊരു പിന്തുണയും UDFിന് ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്. ഇതോടുകൂടി കഴിഞ്ഞ തവണ വിജയിപ്പിക്കുകയും നമുക്കറിയാം ഇവരൊക്കെ തന്നെ ആയിരുന്നല്ലോ അന്ന് SDPയും ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയറും ഒക്കെ കൂടെ ചേർന്നിട്ടാണല്ലോ അന്ന് പാലക്കാട് തെരഞ്ഞെടുപ്പിനെ മഹനീയമാക്കി തീർത്തതും രാഹുൽ മാങ്കൂട്ടത്തിന് നല്ലൊരു വിജയം അവിടെ നൽകിയതും. ഇവിടെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിലമ്പൂരും അത് തന്നെയാണല്ലോ ആവർത്തിച്ചത്. വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ ലീഗുകാർക്ക് പോലും യാതൊരു പ്രാധാന്യവുമില്ലാത്തൊരു സ്ഥലമായിരുന്നിട്ട് കൂടി അവിടുത്തെ പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അവിടെ വിജയിപ്പിക്കാൻ UDFിന് ആയത് ഇതേ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയോടുകൂടി തന്നെയാണ് എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർ മറന്നു പോകുന്നു. പരസ്യമായി അവിടെയൊന്നും പറ്റില്ല. കാര്യം പ്രിയങ്ക ഗാന്ധി മത്സരിച്ചു കഴിഞ്ഞാൽ ലീഗിൻ്റെ കൊടി പോലും അവിടെ ഹറാമാണ്. അവിടെ ലീഗിൻ്റെ കൊടിയെടുത്ത് ഉയർത്താൻ പാടില്ല, അവിടെ ബലൂൺ വീർപ്പിച്ച് കെട്ടിക്കൊണ്ട് നടക്കാനേ പറ്റൂ. അപ്പോൾ ഇതൊക്കെ കൃത്യമായി അവർക്ക് എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഇതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് അറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂനപക്ഷ പാർട്ടികളെ ഏതൊക്കെ രീതിയിൽ പ്രീണിപ്പിച്ചും അകറ്റി നിർത്താം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി അവർക്ക് ധാരണയുണ്ടെന്നേ. ആ ധാരണയുടെ പിൻബലത്തിൽ തന്നെയാണ് ശരിക്കും ഇതായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ചില സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും തൽക്കാലം ഒരു പരസ്യമായ ഒരു അകന്നു നിൽക്കൂ എന്ന് പറയുന്ന ഒരു സാധനം പരസ്യമായി UDF എടുക്കും. അതേസമയം രഹസ്യമായി ഇവർ പിന്തുണച്ചാൽ അത് സ്വീകരിക്കാനും കോൺഗ്രസ് പാർട്ടി തയ്യാറാണ്. അത് പിന്നെ ലീഗിന് ചെറിയ മുറുമുറുപ്പുണ്ടെങ്കിൽ തന്നെ ലീഗ് ചിന്തിക്കുന്ന വേറൊന്നുമല്ല, ലീഗിന് കിട്ടേണ്ട സീറ്റുകൾ പലതും എവിടെയെങ്കിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയും ലീഗിന് കിട്ടേണ്ട പ്രാധാന്യം ഇവർ തട്ടിയെടുത്തുകൊണ്ട് പോകുമോ എന്നുള്ള ഒരു തോന്നൽ ലീഗിനുമുണ്ട്. അപ്പോൾ ലീഗ് പരമാവധി ചെയ്യുന്നത് അവരെ അകറ്റാൻ വേണ്ടി തന്നെയാണ്. അത് കോൺഗ്രസിനെയും അല്ലെങ്കിൽ ഈ മുന്നണിയിൽ നിന്ന് ഇവരെ ഒന്ന് അകറ്റി നിർത്തുക എന്നുള്ളതാണ് ലീഗിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യങ്ങളിൽ ഒന്നായി വരാൻ പോകുന്നത്. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഈ പാലം കടക്കുവോളോ നാരായണ എന്നുള്ളതും പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ കൂരായണ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതേ അവസ്ഥയിലാണ് ശരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് ശരിക്കും കോൺഗ്രസും വെൽഫെയർ പാർട്ടിയും കടന്നു പോകുന്നതെന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും.